ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ എണീച്ച് നമ്മൾ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ ഒരു അടിപൊളി പ്ലേസിലേക്ക് ഒരു ട്രിപ്പ് പോവാം. ഹസ്ബൻഡ് ഫ്രണ്ടും വൈഫും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീച്ച് ഡ്രസ്സൊക്കെ മാറി ഹസ്ബൻഡ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് കാറിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കാറിൽ കയറി യാത്ര തുടങ്ങി. കുറേ കാലങ്ങളായല്ലോ ഇങ്ങനെ ഇവിടുത്തെ വണ്ടികളുടെ സൗണ്ടും ഒച്ചപ്പാടൊക്കെ കേട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് നാച്ചുറൽ ആസ്വദിക്കാമെന്ന് കരുതി കുറച്ച് ബാംഗ്ലൂരൊക്കെ വിട്ട് കുറച്ചൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്, അതായത് ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടി. അങ്ങനെ ബാംഗ്ലൂർ തന്നെ ഇതുവരെ കാണാത്ത അടിപൊളി പ്ലേസൊക്കെ ഞാൻ ഈ യാത്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ബിൽഡിങ്ങുകളാണെങ്കിലും അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ പീസ്ഫുള്ളായിട്ടുള്ള ഏരിയകളും കാണാൻ പറ്റി. അങ്ങനെ അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കുറേ ദൂരം എത്തി. ഇങ്ങനെ ഒരു യാത്ര എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ നല്ല വിശപ്പിൻ്റെ വിളിയാളം വന്നപ്പോൾ നമ്മൾ നേരെ ആനന്ദഭവനിൽ കയറി നാസ്റ്റയും കൂടി കഴിച്ച്. നല്ല നാസ്റ്റയായിരുന്നു. അങ്ങനെ ഒരു ടീയും കൂടി കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. എൻ്റെ യാത്രയിലെ മെയിൻ സ്ട്രഗ്ലിംഗ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഒറ്റ മലയാളി ഫ്രണ്ട്സ് ഒന്നുമില്ല. ഒന്നിക്ക് തെലുങ്കന്മാർ, അല്ലെങ്കിൽ കന്നഡക്കാർ, അല്ലെങ്കിൽ ഹിന്ദിക്കാർ, ഇങ്ങനെ ഏതൊക്കെയോ ഭാഷ സംസാരിക്കുന്ന കൂട്ടരാണ്. പക്ഷെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ഞാൻ യാത്രയിൽ എപ്പോഴും ഉടനീളം അനുഭവിക്കുന്ന ഒരു പ്രശ്നമായത്. കാരണം എനിക്ക് അവരോട് സംസാരിക്കാനേ പറ്റാറില്ല. ആദ്യം അതൊക്കെ ഞാൻ കുറേ കഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അറിയുന്നത് വെച്ച് എന്തൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ആക്കും. കാരണം സംസാരിക്കാണ്ട് എന്നിട്ട് ഒരു ട്രിപ്പ് പോകാൻ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അങ്ങനെ കുറേ കാടും മലയൊക്കെ താണ്ടി നമ്മളെ സ്ഥലത്തെത്തി. കുറച്ച് അധികം ദൂരം ഉണ്ടായിരുന്നു, ഒരു 100-150 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ വന്നത് ഒക്നിക്കൽ വാട്ടർഫോൾസിലേക്കാണ്. അങ്ങനെ അവിടെ സ്ഥലത്തെത്തി. അവിടുന്ന് കുറേ നടക്കാനുണ്ടായിരുന്നു. നടക്കുന്ന വഴിക്ക് ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ ഈ വാട്ടർഫോൾസിലൊക്കെ വന്നാൽ മെയിനായിട്ട് അവിടെ മീനുകളുടെ ഐറ്റംസ് ആണല്ലോ ഉണ്ടാവുക. അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ മീനുകൾ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ മീൻ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിന്. അങ്ങനെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് തൂക്കം കണക്ക് വാങ്ങിച്ചിട്ട് അപ്പാടനെ ഫ്രൈ ചെയ്തെടുത്തല്ല ഇവിടുത്തെ മെയിൻ പരിപാടി. അങ്ങനെ നമ്മൾ അതൊക്കെ വയ്യ കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് പോയി. പോകുന്ന വഴി അതിലും നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. പണ്ടത്തെ പോലെ ഈ മണ്ണിൻ്റെ അടുപ്പിൽ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ കാണുന്നത്, ഗ്യാസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ ബോട്ടുകളെല്ലാം ഉള്ള ഭാഗത്തേക്ക് പോയി. അവിടെ പോയി കുറേ ബാർഗെയിനിങ് ഒക്കെ ചെയ്ത്. കാരണം ബോട്ടിനൊക്കെ ഭയങ്കര പൈസയാണ്. അവിടെ ഗവൺമെൻറ്റിന് തന്നെ ഫീ ആയിട്ട് 1500 രൂപ എങ്ങനെ അടക്കണം. ടോട്ടൽ 4000 രൂപയോളാണ് ബോട്ടിന് വന്നത്. അങ്ങനെ ബോട്ടിൽ പിന്നെ ഇത്ര ദൂരം വന്നതല്ലേ പറഞ്ഞ് നമ്മളങ്ങനെ ബോട്ടിൽ കയറി ആ ഐലൻഡിൽ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് പോയി. അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് എത്താൻ ഇങ്ങനെ ഒരു ലോറി കയറിയിട്ട് അവിടത്തേക്ക് കൊണ്ടുപോക്കാം. അങ്ങനെ അതിലൊക്കെ കയറി മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ എൻ്റെ മോൾ ഒരു നാച്ചുറലായിട്ടുള്ളൊരു സ്ഥലത്തെല്ലാം വേണ്ടി ഇത്ര ഹാപ്പി ആയിട്ട് കാണുന്നതിന് ആദ്യമായിട്ടാണ്. അവൾക്ക് പൊതുവേ ഇഷ്ടം ഈ പാർക്ക്, മോള് അതൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന് ആ കുട്ടിയും കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത്. പിന്നെ ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കുറേ കുണ്ടും കൊയ്യും കല്ലും അങ്ങനെ കുലുങ്ങി നമ്മൾ ആദ്യം അടുത്ത ഐലൻഡിലേക്ക് എത്തി. വീണ്ടും അവിടുന്ന് ബോട്ട് എടുത്ത് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. ഇവിടുത്തെ മെയിൻ സ്പോട്ട് ഒരു 32 വാട്ടർഫോൾസ് ഒന്നിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് അവരിത് പറഞ്ഞത്. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. ഇത്രയും പൈസ കൊടുത്ത് വരുമ്പോൾ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ പോണ്ട ഒരു 1000 പ്രാവശ്യം പറഞ്ഞാൽ എല്ലാവരും മൂട് കളയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വാട്ടർഫോൾസ് കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല. ഇത്രയും വലുതും അതും നമുക്കതിൻ്റെ ഏത് ശരീരത്ത് വരെ പോയി ഫോട്ടോസ് എടുക്കാനും എല്ലാം പറ്റുന്നുണ്ടായിരുന്നു. അതിമനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ച. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു പ്രാവശ്യം ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മൾ പിക്ചറിലും മാത്രം കാണുന്ന ഒരു സംഭവം ശരിക്കും നേരിട്ട് കാണാൻ പറ്റി. അങ്ങനെ വീണ്ടും നമ്മൾ ആദ്യം ബോട്ടിൽ കയറി അടുത്ത ഐലൻഡിലോട്ടേക്ക് പോക്കായി. ഇവിടെ വെച്ചാൽ ഈ ബോട്ടിൽ കയറിയാൽ നമുക്കെല്ലാം വിശക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഫുഡ് ആയിട്ടെല്ലാം വേറെ ബോട്ടിലെല്ലാം കൊണ്ടാണ് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാ ഇപ്പോൾ കണ്ട ഈ ഫ്രൂട്ട്സ്, അതുപോലെ ലേസ് ആണെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ കൊണ്ടാന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്നാമത് ഇങ്ങനെ വെറുതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരേ വിശപ്പായിരുന്നു. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായി. അങ്ങനെ ഒരു അടിപൊളി യാത്രയായിരുന്നു ഇത്. ആദ്യം നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോയി. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടി കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ അവിടെ അധിക സമയം സ്പെൻഡ് ചെയ്ത് സമയം പോകുന്നതേ അറിയുന്നുണ്ടായില്ല. ഇത്രയ്ക്കും അടിപൊളി സ്ഥലമായിരുന്നു അത്. ഒട്ടും മടുപ്പേ വരുന്നുണ്ടായിട്ടില്ല. തിരിച്ചു പോരാനേ തോന്നുന്നുണ്ടായിട്ടില്ല ആ വെള്ളത്തിൽ നിന്ന്. അങ്ങനെ ഇത്ര നേരം ടയേർഡായതൊക്കെ നല്ലോണം റിലാക്സ് ആയ ശേഷം നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും നമ്മൾ കുറച്ച് കുന്നൊക്കെ കയറി ആദ്യം ബോട്ടിൽ കയറിയിട്ട് നമ്മൾ വന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നേരെ ഫിഷൊക്കെ കഴിക്കാൻ പോയി നേരെ വീട്ടിലേക്ക് മടങ്ങി. നമ്മളൊരു 4:30 റിട്ടേൺ അടിക്കണം വിചാരിച്ച് നമ്മൾ രാത്രി 8 മണിയായിട്ടുണ്ടായിരുന്നു റിട്ടേൺ അടിക്കാൻ. കുറച്ചധികം ഗാർഡ് സെക്ഷനെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ടെൻഷൻ ഉണ്ടായി. അങ്ങനെ യാത്രയിൽ അങ്ങനെ ഇങ്ങത്തോളം എല്ലാവരും കൂടി അടുത്ത ട്രിപ്പിനെ പറ്റി പ്ലാൻ ചെയ്യലായിരുന്നു. ഞാൻ ഒന്നും ഇടിയിട്ടില്ല. കാരണം ഈ ഒരു ട്രിപ്പിന് 1 കൊല്ലം പ്ലാൻ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ട് ഒരു 12 മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായി.
പിന്നെ ഈ ട്രിപ്പ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം പോലെ തോന്നി. കാരണം നല്ല കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.